ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിലെങ്ങനെയാണ് പറങ്കി, അതായത് മല്ലി, ഇതൊക്കെ എങ്ങനെയാണ്? പൊടികളാണോ വാങ്ങിക്കുന്നത്, അല്ല പൊടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞങ്ങൾ പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഗോതമ്പ്. 2 ദിവസമായി നല്ല വെയിലാണല്ലോ, അപ്പോൾ വിചാരിച്ച് ഗോതമ്പ് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് നന്നായിട്ട് ഉണക്കാനിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഉണക്കായിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഉണക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുപോയി പൊടിക്കണം. ഇത് കണ്ടോ, ഇത് ഗോതമ്പ്. ഇനിയെന്ന് പറയുന്നത് പറങ്കിയും മല്ലിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറങ്കി എന്ന് പറയുന്നത് പിന്നെ അതായത് ഇത് എരിവില്ലാത്ത മുളക്, അതായത് കാശ്മീരി മുളക് ഉണ്ടല്ലോ, അതാണ് ഇത് വരുന്നത്. കാശ്മീരി മുളക്, ഇത് സാദാ മുളക്, ഇത് എരിവുള്ള മുളക്. അപ്പോൾ രണ്ടും കൂടി ഓരോ കിലോ ആണ് വാങ്ങിക്കുന്നത്. 1 കിലോ എരിവില്ലാത്ത മുളക്, 1 കിലോ എരിവുള്ള മുളക് കൂടി കൂട്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് പൊടിക്കുന്നത്. കണ്ടോ. അപ്പോൾ അങ്ങനെ പൊടിക്കുന്ന സമയത്ത് നമുക്ക് എരിവും കിട്ടും, അപ്പോൾ കുറച്ച് കളറും കിട്ടും. അങ്ങനെയാണ് കണ്ടോ. അപ്പോൾ ഇത് ഒരു 3 ദിവസമായി ഏകദേശം നമ്മൾ വെയിലിനെ ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വരണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൊടിക്കുന്നിടത്തുനിന്ന് അവർ തിരിച്ചു കൊടുത്തോളും. ഇതായിട്ടില്ല കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഉണക്കായിട്ടില്ല കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു പൊട്ട് വരണം. പിന്നെ ഉണക്കാനിടുന്ന സമയത്ത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ച് അതുപോലെ തന്നെ അങ്ങ് കൊണ്ടുപോയി ആരും ഉണക്കരുത്. മല്ലി ആയാലും മുളകായാലും അങ്ങനെ ആരും ഉണക്കരുത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് മാത്രം ഉണക്കിയെടുക്കുക. പിന്നെ ഇടുന്നത് മല്ലിയാണ് കണ്ടോ, മുതുമ മല്ലി. അപ്പോൾ മുതുമ മല്ലി ഏകദേശം ആകാറായിട്ടുണ്ട് തോന്നുന്നു. കണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പൊട്ട് വരണം കണ്ടോ. അപ്പോൾ ഇത് മല്ലി. അപ്പോൾ മല്ലി ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഇന്നൊന്ന് പൊടിക്കണം കണ്ടോ. ഇതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കണം. ഇതൊക്കെ ഇന്നും ഇവിടെ ഒന്ന് ഏകദേശം നല്ല വെയിലാണ്. ഇന്ന് 2 ദിവസം വെയിൽ കിട്ടിയത് കാരണം ഒക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങി. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് കണ്ടോ. ഈ ഒരു അവസ്ഥയിൽ എത്തണം. നമ്മൾ പൊട്ടിക്കുമ്പോൾ പൊടിഞ്ഞില്ലേ, അതുപോലെ എത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ ആയി. ചിലതൊക്കെ ആയിട്ടുണ്ട്, ചിലതൊന്നും ആയിട്ടില്ല. കാരണം കഴുകി എടുത്തിട്ടാണല്ലോ നമ്മൾ ഉണക്കാനിടുന്നത്. അപ്പോൾ പിന്നെ ഇത് ആയിനരി മില്ലിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് ഇന്ന് വൈകിട്ടത്തെ പണി. ഓരോ ദിവസം ഓരോ പണികളാണ്. അപ്പോൾ മഴ വരുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ് കണ്ടോ. ഏകദേശം നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഉണക്കം വരും. പിന്നെ ഗോതമ്പ് ഏകദേശം ഒരു ആയെന്ന് തോന്നുന്നു. ഇതൊക്കെ കിടക്കുന്ന കഴുകിയിട്ടാണ് ഉണക്കാനിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ലതായിട്ട് ഉണക്കം വന്നില്ലെങ്കിൽ അവർ പൊടിച്ച് തരില്ല കണ്ടോ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഒന്ന് പൊടിക്കണം. ഇതാണ് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മല്ലി മുളകൊക്കെ വാങ്ങിച്ചിട്ട് കഴുകിയെടുത്ത് ഉണക്കിയിട്ടാണ് ഞങ്ങൾ പൊടികൾ സെപ്പറേറ്റായിട്ട് എടുത്തു വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മഴക്കാലമല്ലേ, മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിക്കാനും പറ്റില്ല, ഉണക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ ഉണക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിക്കുവാണോ ചെയ്യുന്നത്, അല്ല പൊടികളാണോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്? ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.